എന്റെ നമസ്കാരം. ഹായ് കൂട്ടുകാരെ, നിങ്ങൾ എന്റെ കഥ കേൾക്കാൻ കാതോർത്തിരിപ്പാകും. എന്നാ കേട്ടോളൂ, ഞാനൊരു കഥ പറയാം. ഞാൻ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് വാനമ്പാടിയുടെ ആത്മത്യാഗം. പണ്ട് പണ്ട് എന്ന് വെച്ചാൽ വളരെ പണ്ട് അനേബിയുടെ സുൽത്താൻ കൊട്ടാരത്തിൽ ഒരു മനോഹരമായ ഒരു പൂന്തോട്ടം ഉണ്ടായിരുന്നു. അവിടെ ധാരാളം പക്ഷികളും ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ മധുരമായി പാട്ടുപാടുന്ന ഒരു വാനമ്പാടി ഉണ്ടായിരുന്നു. അവളുടെ പാട്ട് കേൾക്കാൻ എന്തു രസമാണെന്നോ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം വാനമ്പാടിയുടെ മുന്നിൽ ഒരു വനദേവത പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, എല്ലയോ വാനമ്പാടി, നിന്റെ പാട്ടുകളെല്ലാം നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. അതിനാൽ നാം നിനക്ക് 3 വരങ്ങൾ തന്നിരിക്കുന്നു. അത് നിനക്ക് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് വനദേവത അപ്രത്യക്ഷമായി. വാനമ്പാടി ചിന്തിക്കാൻ തുടങ്ങി. എനിക്ക് നല്ലൊരു വീടുണ്ട്, ആവശ്യത്തിന് ഭക്ഷണമുണ്ട്, കൂടാതെ നല്ല നല്ല കൂട്ടുകാരുമുണ്ട്. പിന്നെ എനിക്ക് എന്തിനാണ് വരങ്ങൾ? ഇത് ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി ഉപയോഗിക്കും. വാനമ്പാടി തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കെ അവിടെ ഒരു പ്രാപ്പിടി എത്തിച്ചു വന്നു. ഓരോ ദിവസവും ഓരോ കിളികളെ കൊത്തി കൊത്തി തിന്നു. അന്നൊരു ദിവസം ഒരു കൊച്ചു തത്ത നെൽക്കതിന് കൊത്തി തിന്നുകയായിരുന്നു. അപ്പോൾ പ്രാപ്പിടിയും തത്തമ്മയെ റാഞ്ചി എടുത്തു. തമ്മ കീ കീ എന്നുറക്കി കരഞ്ഞു. ആ കരച്ചൽ വാനമ്പാടി കേട്ടു. വാനമ്പാടി പറഞ്ഞു, അയ്യോ പാവം തത്തമ്മ, എങ്ങനെയെങ്കിലും തത്തമ്മയെ രക്ഷിക്കണം. അതിനാൽ തന്റെ വരം ഉപയോഗിക്കാൻ വാനമ്പാടി തീരുമാനിച്ചു. വാനമ്പാടി പറഞ്ഞു, തത്ത രക്ഷപ്പെടട്ടെ. പെട്ടെന്ന് തത്ത വീർത്ത് വീർത്ത് വലിയതാവാൻ തുടങ്ങി. ഭാരം താങ്ങാനാവാതെ പ്രാപ്പിടിയ തത്തമ്മയെ താഴെയിട്ടു. വല്ല വിധേനയും തത്തമ്മ രക്ഷപ്പെട്ടു. മറ്റൊരു ദിവസം ഒരു മഞ്ഞക്കിളിയെ പ്രാപ്പിടിയെ റാഞ്ചി എടുത്തു. അതിനെയും തന്റെ വരം കൊണ്ട് വാനമ്പാടി രക്ഷപ്പെടുത്തി. 2 വരവും തീർന്നു. ഇനി ഒരു വരം മാത്രമേ ബാക്കിയുള്ളൂ. അതും കൂടി തീർന്ന നമ്മളെല്ലാവരും പ്രാപ്പിടിയന്റെ ഇരയായി തീരും. പക്ഷികളെല്ലാം വിഷമത്തോടെ ഇരുന്നു. അപ്പോൾ വാനമ്പാടി പറഞ്ഞു, കൂട്ടുകാരെ, നിങ്ങളാരും വിഷമിക്കേണ്ട. നിങ്ങൾക്ക് വേണ്ടി എൻ്റെ ജീവൻ ബലി കഴിക്കാൻ പോലും ഞാൻ തയ്യാറാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് വാനമ്പാടി മറ്റൊരു മരത്തിലേക്ക് പറന്നിരുന്നു. മനോഹരമായ ഒരു പാട്ടുപാടി. ഇതുവരെ പാടിയ പാട്ടിനേക്കാൾ അതിമനോഹരമായ ഒരു പാട്ടായിരുന്നു അത്. അപ്പോഴാണ് പ്രാപ്പിടിയൻ അതുവഴി വന്നത്. വാനമ്പാടിയെ കണ്ട പ്രാപ്പിടിയൻ ഇങ്ങനെ ചിന്തിച്ചു, എന്റെ എല്ലാ ദിഗ്ധതയും ഇരയെ രക്ഷപ്പെടുത്തുന്ന ഇവൻ തന്നെയാവട്ടെ ഇന്നത്തെ എന്റെ ഇര. ഇത്രയും പറഞ്ഞുകൊണ്ട് പ്രാപ്പിടിയൻ വാനമ്പാടിയെ റാഞ്ചി എടുത്തു. പ്രാപ്പിടിയന്റെ കൂർത്ത നഖങ്ങൾ വാനമ്പാടിയുടെ ശരീരത്തിൽ ആഴ്ന്നിറങ്ങി. വേദന കൊണ്ട് പുളയുമ്പോഴും വാനമ്പാടി ഇങ്ങനെ ചിന്തിച്ചു, ഇനി ഒരു വരം മാത്രമേ ബാക്കിയുള്ളൂ. അതെനിക്ക് വേണ്ടി ഉപയോഗിക്കണോ അതോ എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി ഉപയോഗിക്കണോ? വാനമ്പാടി മനസ്സിൽ പറഞ്ഞു, എന്റെ മാംസം വിഷമുള്ളതാവട്ടെ. പെട്ടെന്ന് ഒരാണ് പിടഞ്ഞ് പിടഞ്ഞ് മരിച്ചുപോയി. ഇതൊന്നും അറിയാതെ വാനമ്പാടിയുടെ മാംസം ആർത്തിയോടെ കൊത്തിയിരുന്ന പ്രാപ്പിടിയെ അവിടെ മരിച്ചു വീണു. കൂട്ടുകാരെ, നാം ഈ കഥയിൽ നിന്ന് എന്താണ് മനസ്സിലാക്കിയത്? സ്വന്തം ജീവൻ ബലി കഴിച്ചു മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കുന്നതാണ് യഥാർത്ഥ സ്നേഹം. നന്ദി, നമസ്കാരം.